ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും ആവേശമായി ബേപ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ. ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾക്ക് സമാപനം. UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് അന്തസ്സായി ജീവിക്കാമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പെൻഷൻ പദ്ധതിയിൽ കാലാനുസൃതമായ വർധനവ് വരുത്തണമെന്ന് യൂണിയൻ ബാങ്ക് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രചരണത്തിനെത്തിയത്. സംസ്ഥാനം ഒന്നാകെ ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിലേക്കുള്ള അമിത്ഷായുടെ വരവ് സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബുവിനും പ്രവർത്തകർക്കും ആവേശമായി. അമിത്ഷായുടെ വാഹനവ്യൂഹം രാവിലെ 11:30 മാത്തോട്ടം വിജിത്ത് ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. രാവിലെ മുതൽ നൂറുകണക്കിന് പ്രവർത്തകർ കൊടികളും പ്രകാശ് ബാബുവിന്റെ കട്ടൌട്ടുകളും പൂക്കളുമായി കാത്തുനിൽക്കുകയായിരുന്നു. പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾക്ക് നടുവിലൂടെ അമിത്ഷാ റോഡ് ഷോയ്ക്കായി ഒരുക്കിയ തുറന്ന വാഹനത്തിലേക്ക് കയറിയപ്പോൾ ജനസഞ്ചയം തിരമാല പോലെ ഇളകി. അമിത്ഷായ്ക്കൊപ്പം സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബു, BJP ദേശീയ കൗൺസിൽ അംഗം KP ശ്രീശൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറി M സുരേഷ് എന്നിവരും വാഹനത്തിലുണ്ടായിരുന്നു. കാവടിയാട്ടം, സ്ത്രീകളുടെ ശിങ്കാരിമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ തുടങ്ങിയത്. ഓരോ ജംഗ്ഷനിലും എത്തുമ്പോൾ വർണ്ണക്കടലാസുകളും DJ വാഹനവും യാത്ര കൊഴുപ്പിച്ചു. റോഡരികിലെ ആരാധകർ ഫലവൃക്ഷത്തൈ അടക്കമുള്ള സമ്മാനങ്ങൾ അമിത്ഷായ്ക്ക് നേരിട്ട് കൈമാറി. ഓരോരുത്തരോടും നിറപ്പുഞ്ചിരി സമ്മാനിച്ച് കൈവീശി കാണിച്ചാണ് റോഡ് ഷോ 1 കിലോമീറ്റർ പിന്നിട്ടത്. യാത്ര നടുവട്ടത്തെ മിൽമ സഹകരണ സംഘത്തിന്റെ മുന്നിലെത്താൻ 1 മണിക്കൂറോളം സമയമെടുത്തു. ഇവിടെ പ്രസംഗിക്കാൻ മൈക്കൊരുക്കിയിരുന്നു. എന്നാൽ സമയം വൈകിയതിനാൽ പ്രസംഗം ഒഴിവാക്കി. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം നേരെ വാഹനത്തിലേക്ക് കയറിയ അമിത്ഷാ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനത്തു നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരിച്ച് കൊച്ചിയിലേക്ക് പോയി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനം സമാപിച്ചു. അവസാന ദിവസം സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളടക്കമുള്ള ജനക്കൂട്ടമാണ് കാത്തുനിന്നത്. ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിന്റെ രണ്ടാം ഘട്ട പര്യടനം പെരുമുഖം തീയത്ത് താഴത്തു നിന്നും ആരംഭിച്ചു. കൊളത്തോട്ട്, കല്ലമ്പാറ, കൈതോലിപ്പാടം, കരിപ്പാത്ത്, വലിയ കുണ്ടായിത്തടം, പൂത്തോളം, വെസ്റ്റ് നല്ലൂർ വില്ലേജ് ഓഫീസ് റോഡ്, കരുവൻതിരുത്തി, ഏറ്റാൻകുളം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കി. കരുവൻതിരുത്തി ചെറുമാട്ടുമ്മൽ എത്തിയപ്പോൾ കോൽക്കളി സംഘത്തിന്റെ അകമ്പടിയിൽ സ്ഥാനാർത്ഥിയെ വരവേറ്റു. കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളാണ്. കാരണം ഈ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ കോഴിക്കോട്ടേക്ക് എത്തുക അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് പോവുക ബേപ്പൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയാണ്. രാമനാട്ടുകര, ഫറൂഖ് പേട്ട, ഫറൂഖ് ചുങ്കം, ഫറൂഖ് പേട്ട, ചെറുവണ്ണൂർ, അരീക്കാട്, മീൻചന്ത അങ്ങനെയാണ് പോവുക. ഈ ബൈപ്പാസ് ഇല്ലാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ ആ വാഹനമൊക്കെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ നാടിൻ്റെ സ്ഥിതി? ആ പ്രദേശത്തുള്ളവർക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടാവുക. കേരളത്തിലാകെ അതിൻ്റെ ഗുണമുണ്ടാകും. കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDFന് കൂടുതൽ കരുത്ത് പകരും. ചാലിയം
കോട്ടക്കണ്ടി വട്ടപ്പറമ്പ് ക്വാർട്ടേഴ്സ്, മുരുകല്ലിങ്ങൽ മണ്ണൂർ ആലുംകുളം, കടലുണ്ടി ലൗലി കോർണർ, പിലാക്കാട്ട് മണ്ണൂർ തച്ചാമൊടി താഴം എന്നീ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് രാത്രി മുക്കത്ത് കടവിൽ സമാപിച്ചു. LDF നേതാക്കളായ മുരളി മുണ്ടേങ്ങാട്ട്, ബാദുഷ കടലുണ്ടി, പ്രകാശ് കറുത്തേടത്ത്, ബഷീർ പാണ്ടികശാല, K ബീരാൻകുട്ടി, P ജയപ്രകാശൻ തുടങ്ങിയവരും പ്രവർത്തകരും വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് അന്തസ്സായി ജീവിക്കാമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേളം പള്ളിയത്ത് കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയ ശേഷം വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കുന്നതോടെ സ്ത്രീകൾക്ക് സ്വന്തം നിലയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. അവർ വീടുകളിൽ തന്നെ കഴിയേണ്ടി വരില്ല. ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുന്നതോടെ സാമൂഹ്യ സുരക്ഷ വർദ്ധിക്കും. 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസ് രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ വിജയകരമായി നടപ്പാക്കി. കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപയും സംരംഭകർക്കുള്ള പലിശരഹിത വായ്പയുമെല്ലാം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. Every woman of the state, head of the family, in every house, we are giving 2000 rupees directly to their account. Every woman of the state are traveling in a free bus in KSRTC bus. Every house is getting 10 kg of rice. Either 5 kg rice, 5 kg directly amount is going to them. All the youths are getting 3000 rupees. This is what we promised, we have delivered. That is the strength of the UDF and the Congress party. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊളയെക്കുറിച്ച് മോദി ഒന്നും പറയാത്തതെന്നും കേരള മുഖ്യമന്ത്രിക്ക് വീട്ടിൽ വിശ്രമിക്കാൻ അവസരം നൽകണമെന്നും DK ശിവകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDFനൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെൻഷൻ പദ്ധതിയിൽ കാലാനുസൃതമായ പെൻഷൻ വർധനവ് നടപ്പാക്കണമെന്ന് യൂണിയൻ ബാങ്ക് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള.
ആറാമത് സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. The retailers in the banking industry are facing a lot of problems. More particularly, updation, then tax, GST on insurance, commutation of pension, like that various issues are there. യൂണിയൻ ബാങ്ക് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള ആറാമത് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 7 കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ വെച്ച് നടക്കും. സോണൽ ഹെഡ് എസ് ശക്തിവേൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400ഓളം അംഗങ്ങൾ പങ്കെടുക്കും. ബാങ്ക് പെൻഷനർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യുകയും ഭാവി പരിപാടികൾക്ക് രൂപം നൽകുകയും ചെയ്യുമെന്ന് യൂണിയൻ ബാങ്ക് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള ഭാരവാഹികൾ അറിയിച്ചു. അവർക്ക് അവരുടെ ജീവിത സാഹചര്യത്തിൽ ഒരു അടിസ്ഥാന പെൻഷനിൽ ഒരു വർധനവും കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം നിർഭാഗ്യകരമാണ്. മെഡിക്കൽ ചെലവുകൾക്കായിട്ട് ഒരുപാട് പണം ബാങ്ക് റിട്ടയറീസ് ചെലവാക്കുന്നുണ്ട്. ഇതിന് ബാങ്കിന്റെ യാതൊരു സഹായവും കിട്ടുന്നില്ല. 4 ലക്ഷത്തോളം കോടി രൂപ ഞങ്ങളുടെ പെൻഷൻ ഫണ്ടിലുണ്ട്. ആ തുക ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് പെൻഷൻ വർധനവ് നടപ്പാക്കാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ, PB തോമസ്, N ഗോവിന്ദരാജുലു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നടുവട്ടം സ്വദേശിയായ തയ്യൽ തൊഴിലാളിക്ക് CSCOയുടെ കൈത്താങ്ങ്. MSS സംസ്ഥാന പ്രസിഡന്റ് നിയാസ് പുളിക്കലകത്ത് വീടിന്റെ തറയിടൽ കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് നടുവട്ടം തോണിച്ചിറ റോഡിന് സമീപം 3 സെന്റ് സ്ഥലത്താണ് തയ്യൽ തൊഴിലാളിക്ക് CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്കുള്ള വീടിന് തറയിട്ടത്. MSS സംസ്ഥാന പ്രസിഡന്റ് നിയാസ് പുളിക്കലകത്ത് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. മനുഷ്യനെ അകറ്റുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും മതത്തിൻ്റെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങളായിട്ടൊക്കെ മനുഷ്യൻ എങ്ങനെ അകലാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെ നമ്മൾ ചേർത്ത് പിടിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് വലിയ രൂപത്തിലേക്ക് പഠനം നടത്തേണ്ടത്. മാനവികതയും മനുഷ്യനെയും ചേർത്ത് പിടിക്കേണ്ട, ഒന്നിച്ചിരിക്കേണ്ട, അത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാപട്യവുമില്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് മനുഷ്യനാണെങ്കിലും അത് എൻ്റെ കൂടെ ഇരിക്കേണ്ടവനാണ്, ഞാൻ ചേർത്ത് പിടിക്കേണ്ടവനാണെന്നുള്ള ഒരു ബോധ്യമുണ്ടാകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രാർത്ഥനകളാവണം ഇത്തരം ചെറിയ സദസ്സുകളിൽ ഉണ്ടാവേണ്ടത് എന്ന് CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. CSCO ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, K നൌഷാദ് അലി, SM സാലിം, എഞ്ചിനീയർ P മുഹമ്മദ് കോയ, പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മെഹബൂബ്, A ഹാരിസ് തുടങ്ങിയവർ സന്നിഹിതരായി. 1 വർഷത്തിനുള്ളിൽ തറയിട്ടതിൽ 10 വീടുകൾ പണി പൂർത്തീകരിച്ചതായി CSCO ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പ്രചാരണം നടത്തുമെന്ന് ശിവസേന NDA. യഥാർത്ഥ സംഘടന ശിവസേന NDA ആണെന്നും UBT അല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ BJPയുമായിട്ട് സഖ്യമാവുകയും ആ രീതിക്കനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ശിവസേന. ശരിക്കും ഇന്ന് മറ്റൊരു ശിവസേനയും കൂടിയുണ്ട്, UBT. ആരാധ്യനായ ബാൽ താക്കറെയുടെ മകന്റെ ഒരു ബാലാസാഹേബ് ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ഒരു ശിവസേനയും കൂടി ഇന്ന് ഒരു മൂലയിൽ നിന്ന് എവിടെയും ഉണ്ട്. അവര് പ്രത്യേകിച്ച് ഇന്ന് അതായത് UDFുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് NDAയുമായിട്ട് സഖ്യം ചെയ്യുന്ന ഈ ഒരു ശിവസേന തന്നെയാണ്. യഥാർത്ഥ ശിവസേന ബാൽ താക്കറെ ആശയങ്ങൾക്കും രീതികൾക്കനുസരിച്ചും പ്രവർത്തിച്ചു വരുന്നത് ശിവസേന NDA ആണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള UBT ശിവസേന എന്ന സംഘടന കേരളത്തിൽ UDFുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ശിവസേന NDA ജനാധിപത്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജില്ലയിലെ എല്ലാ NDA സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഞങ്ങളിവിടെ ഇപ്രാവശ്യം ഒരു സീറ്റും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ NDAയുടെ ആരാണോ സ്ഥാനാർത്ഥി നിൽക്കുന്നത് അവരെ വിജയിപ്പിക്കുക എന്നുള്ള പ്രവർത്തനവുമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഷിൻഡെ വിഭാഗം പ്രവർത്തിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാബുരാജ് പെരിങ്ങളം, ട്രഷറർ ജിജേഷ് ഗോവിന്ദപുരം, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് വെള്ളിപ്പറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വംശീയ വിദ്വേഷത്തിന്റെ പ്രചാരകരായ BJP നിയന്ത്രിക്കുന്ന പാർട്ടിയായി CPIM അധപ്പതിച്ചെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി. വെൽഫെയർ പാർട്ടി പെരുവയൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പെരുവയൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്ന കേരളീയ സാമൂഹിക അന്തരീക്ഷത്തെ തിരിച്ചുപിടിക്കാൻ ശക്തമായ മതേതര ജനാധിപത്യ മുന്നേറ്റം അനിവാര്യമാണെന്നും അതിന് UDF അധികാരത്തിലെത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമാണ്. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി എന്ന് പറയുന്നത് നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും പൗരന്മാരെയും അവരവർക്ക് ഭരണഘടന ഉറപ്പ് നൽകിയ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ചുവടുവെപ്പ് രാജ്യത്ത് സംഭവിക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നീതി നിഷേധം വലിയ പ്രതിസന്ധിയായി ഈ നാട്ടിൽ അനുഭവിക്കാൻ കഴിയും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TP ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നമംഗലം മണ്ഡലം കൺവീനർ K മൗസ മൗലവി, UDF പെരുവയൽ പഞ്ചായത്ത് ചെയർമാൻ പേങ്കാട്ടിൽ അഹമ്മദാജി, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ പാലാഴി, മണ്ഡലം നേതാക്കളായ അൻഷാദ് മണക്കടവ്, മുസ്ലിഹ് പെരിങ്ങോളം, നാസർ മണക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി അഷറഫ് വെള്ളിപ്പറമ്പ്, വൈസ് പ്രസിഡന്റ് അനീസ് മുണ്ടോട്ട്, സിദ്ദീഖ് കുറ്റിക്കാട്ടൂർ, സമദ് നെല്ലിക്കോട്, മുനീർ പറക്കോളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ തന്റെ പേരിൽ വ്യാജ ഫോൺ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് LDF സ്ഥാനാർത്ഥി PT റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി. ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന ആവശ്യവുമായാണ് വ്യാജ ഫോൺ സന്ദേശങ്ങൾ പടരുന്നത്. MLA നമുക്കറിയാം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. 3 തവണയും കുന്നമംഗലത്ത് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചിഹ്നം ബക്കറ്റാണ് എന്ന് അറിയാത്തവർ ഇപ്പം മണ്ഡലത്തിലും കേരളത്തിലും ആരും ഉണ്ടാവില്ല. എന്നാൽ ഇന്നലെ മുതൽ പല വ്യക്തികൾക്കും ഫോൺ കോൾ വരികയാണ്. അതൊരു അറേഞ്ച്ഡ് ആയിട്ടുള്ള ഫോൺ സന്ദേശം. ആ സന്ദേശത്തിൽ പറയുന്നു, നിങ്ങൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PT റഹീമിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഫോൺ മുഖാന്തരം സന്ദേശം അയക്കുകയാണ്. തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ബക്കറ്റാണെന്നും ചുറ്റിക്കാരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ താനോ തന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ അയച്ചിട്ടില്ലെന്നും PT റഹീം വ്യക്തമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പേരും ചിഹ്നവും ഉപയോഗിച്ച് വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യം വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കും. ഇതിന്റെ ഉറവിടം കണ്ടെത്തി ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും PT റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഘടകകക്ഷി നേതാക്കളെ പാർട്ടി ഫണ്ട് വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ P ഷൈബു, ചെയർമാൻ ചൂലൂർ നാരായണൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്, LDF മണ്ഡലം കമ്മിറ്റി പ്രതിനിധി അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ജനവാസ കാർഷിക മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും വകുപ്പ് 62 പ്രകാരം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നും നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി അംഗീകരിച്ചാൽ ജനങ്ങൾക്ക് നിയമ നടപടികളിൽ ഇളവ് ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വന്യജീവി സംരക്ഷണ നിയമത്തിൽ
സെക്ഷൻ 62 അനുസരിച്ച് ഷെഡ്യൂൾ 2 വരുന്ന മൃഗങ്ങളെ വെർമീൻ, അതായത് ക്ഷുദ്രജീവിയായി നിശ്ചിത കാലത്തേക്ക് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം പ്രയോഗിച്ച് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി 3 പ്രാവശ്യം കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണുകയും ഇത് സംബന്ധിച്ച നിവേദനം കൊടുക്കുകയും ചെയ്തു. കേരള നിയമസഭ പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ MP-മാരും ഈ കാര്യത്തിൽ കേന്ദ്രത്തിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു. 1972 ഇന്ന് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്. നിയമവ്യവസ്ഥകളാൽ സംരക്ഷിക്കപ്പെടുന്ന വന്യജീവികൾ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ആപത്തായി മാറുമ്പോൾ അതിനുള്ള പ്രതിവിധിയും നിയമത്തിലുണ്ടെന്ന് നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. നിയമം പ്രയോഗിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വകുപ്പ് 62 പ്രകാരം കാട്ടുപന്നിയെ നിശ്ചിത സ്ഥലവും കാലവും നിശ്ചയിച്ച് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി, അഡ്വക്കേറ്റ് അബ്ദുൾ കലാം കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും ആവേശമായി ബേപ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ. ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾക്ക് സമാപനം. UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് അന്തസ്സായി ജീവിക്കാമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പെൻഷൻ പദ്ധതിയിൽ കാലാനുസൃതമായ വർധനവ് വരുത്തണമെന്ന് യൂണിയൻ ബാങ്ക് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.